പ്രൈസ് ദി ലോർഡ്. ഹെൽപ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പക്കോടയാണ്. ചൈനീസ് പക്കോട എന്ന് വേണമെങ്കിൽ പറയാം, വെജിറ്റബിൾ പക്കോട എന്ന് പറയാം. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് പല വിധത്തിൽ നമുക്ക് ചെയ്യാം. ക്യാബേജ് മാത്രം ഇട്ടും ചെയ്യാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം ഇട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൽ എടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ക്യാബേജ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പറിൽ ചോപ്പ് ചെയ്തതാണ്. 1/2 കപ്പ് ക്യാരറ്റും അതുപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാം. ക്യാബേജ് കൂടുതൽ വേണോ, ക്യാരറ്റ് കൂടുതൽ വേണോ. അരിയുവാണെങ്കിൽ തീരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിയാൻ ശ്രമിക്കണേ. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പോളം സവാള. അപ്പൊ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിടാം. പിന്നെ കോളിഫ്ലവർ വേണമെങ്കിൽ ചേർക്കാം. സ്പ്രിംഗ് ഓണിയൻ, അത് നല്ല ടേസ്റ്റ് തരുന്ന സാധനമാണ്. എനിക്കത് കിട്ടിയില്ല. സ്പ്രിംഗ് ഓണിയന്റെ ആ ഇലയും അതിന്റെ തന്നെ ഉള്ളിയും രണ്ടും അരിഞ്ഞിടാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് എരി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർക്കാം. നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം പച്ചമുളക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം. അപ്പൊ ഞാൻ ചേർക്കാത്തത് ഇടയ്ക്ക് പച്ചമുളക് കടിച്ചാൽ പിന്നെ അത് എരി പ്രശ്നമാകും. അതുകൊണ്ട് മുളക് പൊടി ചേർത്തു. അത് മാത്രമല്ല, ഞാൻ ഇതിന് ഫുഡ് കളർ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന പക്കോടയ്ക്ക് കളർ, ചുമന്ന കളർ യൂസ് ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിന് പകരം മുളക് പൊടി ഇടുമ്പോൾ കുറച്ച് കളർ കൂടി കിട്ടും. അതിനുവേണ്ടി മുളക് പൊടി ചേർത്തേ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചില്ലി സോസ്, ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ്, അത് ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. മൈദ, ഇപ്പൊ ഞാൻ ഈ സ്പൂണിന് 5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എക്സ്ട്രാ ചേർക്കുന്നു എങ്കിൽ പറയാം. കാരണം നമ്മുടെ ഇതിന്റെ പരുവം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി നമുക്ക് പക്കോട പോലെ എണ്ണയിൽ ഇടണം. അതാണ് പരുവം. അപ്പൊ ഞാനിപ്പോ 5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എക്സ്ട്രാ ഇടുന്നുവെങ്കിൽ ഞാൻ പറയാം. കോൺഫ്ലവർ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി അത് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്തില്ലേലും കുഴപ്പമില്ല. ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. അത് ഓപ്ഷണലാണ്. 2 ടീസ്പൂൺ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കാം. ആദ്യം തന്നെ വെള്ളം ചേർക്കണ്ട. കാരണം ഉപ്പും ഉള്ളിയും വെജിറ്റബിൾസിന്റെ വെള്ളം ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്താൽ മതി. പിന്നെ ഇത് സവാള ഇടാതെയും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സവാള ഇഷ്ടമില്ലാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഇപ്പോഴത്തെ പരുവം, നമ്മുടെ പരുവം എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് പിടിച്ചിരിക്കണം, മാവ് പിടിച്ചിരിക്കണം. അതാണ് അതിന്റെ പരുവം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തില്ല, കണ്ടോ? എന്നിട്ടും അപ്പൊ നിങ്ങളും വെള്ളം ഒഴിക്കാതെ തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിലേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. സവാള ഉള്ളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വെള്ളം ചേർക്കേണ്ടി വരും. ഇത് ഉള്ളിയുടെയാണ്. ഉപ്പിടുമ്പോൾ ഉള്ളിയിൽ നിന്നിറങ്ങുന്ന വെള്ളമാണ്. 3 സ്പൂൺ മൈദ കൂടി ചേർത്തിട്ടുണ്ട്. ഇതാണ് പരുവം, കണ്ടോ? ഇങ്ങനെ ഉരുട്ടാൻ പരുവം. അപ്പൊ ഞാൻ എടുത്ത കണക്കിന് 8 ടീസ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ അരിപ്പൊടി, ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇനി ഇത് നമുക്ക് ഇങ്ങനെ വെച്ചേക്കണ്ട, കാരണം വെള്ളം ഇറങ്ങും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ പക്കോട ഉണ്ടാക്കാനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ ഒത്തിരി ഒഴിച്ചിട്ടില്ലേ. എണ്ണ ഇത് ചൂടായി. തീ മീഡിയത്തിലാക്കിയ ശേഷം കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി വലുത് വേണ്ട, ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട ശേഷം ഒന്ന് ചൂടായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇട്ടൊരു 1-2 മിനിറ്റിന് ശേഷം നമുക്ക് തീ കൂട്ടി കൊടുക്കണം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ. കാരണം സോയാ സോസും മറ്റേ ചില്ലി സോസും നമ്മൾ ചേർക്കുന്നുണ്ട്. അതിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പൊ അത് കണക്കാക്കി ഉപ്പ് ചേർക്കാവേ. അതുപോലെ ഞാൻ ഈ മൈദയുടെ കണക്ക് ഇത്രയും പറഞ്ഞെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് അത്രയും വേണ്ടി വരില്ലായിരിക്കാം.
വെജിറ്റബിൾസിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിലും ഡിപ്പെൻഡ് അത്. ഒത്തിരി അങ്ങ് മാവ് പരണ്ടിരിക്കരുത്. ഇതിനകത്ത് നമുക്ക് ഇടാൻ ഒരു പരുവം വേണം, അത്രയും മനസ്സിലാക്കിയാൽ മതി. കാരണം മാവ് കൂടുതലായാൽ പിന്നെ ഇതിന്റെ അകം നന്നായിട്ട് വേവില്ല. ആദ്യം ഇട്ടത് ഞാനിങ്ങ് മാറ്റുക. ഇപ്പൊ നമ്മുടെ പക്കോട മൂത്ത് വരുന്നുണ്ട്. എണ്ണയ്ക്കകത്ത് ഇട്ടൊരു 4-5 മിനിറ്റ് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പക്കോട റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.